അല്ലാഹു തന്നിരിക്കുന്ന ആയുസ് നിനക്ക് സുഖിക്കാറുള്ളതല്ലടോ. പടച്ചറപ്പിന്റെ സ്വർഗം നിനക്ക് വെറുതെ കിട്ടില്ലടോ. വമിനന്നാസി മയ്യസിരി നഫ്സഹു ബുത്തിഗാ മർളാത്തില്ലാഹ് വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്. പടച്ചറപ്പ് തന്നിരിക്കുന്ന ഈ ആയുസുണ്ടല്ലോ, നിന്റെ ഈ ജീവിതമുണ്ടല്ലോ, ഇത് കൊടുത്താലേ റബ്ബ് നിനക്ക് സ്വർഗം തരൂ. ചെറുപ്പക്കാരാ, നിന്റെ ആയുസ് അല്ലാതെ കൊടുക്കുമ്പോര് നിന്റെ ആയുസ് പടച്ചവരെ കൊടുക്കടാ. 5 നേരം നിസ്കരിക്കു ചെറുപ്പക്കാരാ, പള്ളിയിലേക്ക് കടന്നു പോകുക ചെറുപ്പക്കാരാ, നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്ക് ചെറുപ്പക്കാരാ. പൊന്നുമോനെ, അവിടാടാ കൂട്ടുകാരാകേണ്ടത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒരുമിക്കേണ്ടത്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് മത്സരിക്കേണ്ടത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് മത്സരിക്കാൻ പാടില്ല. യഥാർത്ഥത്തിൽ കൂട്ടുകാരാരെന്നറിയുമോ? യഥാർത്ഥത്തിൽ കൂട്ടുകാരാരെന്നറിയുമോ? എന്റെ പ്രിയമുള്ളവര്, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഉഹദിന്റെ രണാങ്കണത്തില് യുദ്ധത്തിന് വേണ്ടി എല്ലാവരും തയ്യാറെടുക്കുകയാ. സുബഹി നമസ്കാരം കഴിഞ്ഞാൽ യുദ്ധക്കടത്തിലേക്ക് ഇറങ്ങി പോവുകയാണ്. അതാ ഉഹദിന്റെ തലേ ദിവസമുണ്ടല്ലോ, ഒരു മനുഷ്യനുണ്ടല്ലോ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു വീടിനകത്ത് ഭാര്യയോടും മക്കളോടും യാത്ര പറയുകയാണ്. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, വീടിനകത്ത് ഭാര്യയും മക്കളെയും വിളിച്ചിരുത്തിയിട്ട് യാത്ര പറയുകയാ. എല്ലാവർക്കും ഉപദേശം കൊടുക്കുകയാണ്. എന്നിട്ട് പാതിരാത്രി എഴുന്നേറ്റ് തന്റെ ആത്മാർത്ഥ സുഹൃത്തായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ പടച്ചവരെ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, രണ്ടുപേരും ആത്മാർത്ഥ സുഹൃത്തുക്കളോ, രണ്ടുപേരും വലിയ കൂട്ടുകാരാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് പാതിരാത്രി കടന്നു ചെന്നിട്ട് വിളിക്കുന്ന കൂട്ടുകാരാ, എന്റെ കൂടെയൊന്ന് വരുവോ, എന്റെ കൂടെയൊന്ന് വരുവോ? പാതിരാത്രി വീടിനകത്ത് കിടക്കുന്ന കൂട്ടുകാരനെ വിളിച്ചിറക്കുകയാണ്. കള്ളു കുടിക്കാനല്ല, വ്യഭിചരിക്കാൻ പോകാനല്ല, സിനിമയ്ക്ക് പോകാനല്ല, അഹങ്കാരം കാണിക്കാൻ പോകാനല്ല. പാതിരാത്രി വന്ന് തന്റെ കൂട്ടുകാരെ വിളിച്ചിറക്കിയിട്ട് രണ്ടുപേരും കൂടെ ഉളവെടുക്കുകയാണ്. എന്നിട്ട് പടച്ചിറപ്പിന്റെ മുന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുകയോ. എന്നിട്ട് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും നിസ്കാരം കഴിഞ്ഞപ്പോ അവിടുന്ന് കൂട്ടുകാരനെ പിടിച്ച് പുറകിലിരുത്തിയിട്ട് അവിടുന്ന് പറയുന്നു, സഅദ് ഇബ്നു അബീ വഖാസിനോട് പറയുന്നു, കൂട്ടുകാരാ, ഞാൻ ദുആ ചെയ്യാ പോവുകയോ, ഞാൻ പടച്ചിറപ്പിനോട് ദുആ ചെയ്യാ പോവുകയാ. നീ ആത്മാർത്ഥമായി ആമീൻ പറയട്. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയട്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പാതിരാത്രി നിസ്കരിച്ചിട്ട് കൂട്ടുകാരനെ പുറകിലിരുത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് ഞാൻ പോകുകയാ റബ്ബേ, എന്റെ വീട്ടിലേക്ക് എന്നെ മടക്കല്ലേ അല്ലാ, എന്നെക്കാലം ആരോഗ്യമുള്ള ഒരു ശത്രുവിനെ എനിക്ക് തരണേ അല്ലാ, അവൻ എന്റെ കൈ മുറിക്കണേ റബ്ബേ, എന്റെ കാല് മുറിക്കണേ റബ്ബേ, എന്റെ ചെവി മുറിക്കണേ അല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരപ്പായിരുന്ന് പാതിരാത്രി പടച്ചിറപ്പിനോട് ദുആ ചെയ്യുമ്പോ തന്റെ ആത്മാർത്ഥ സുഹൃത്തിന് ആമീൻ പറയാ കഴിയുന്നില്ലോ. അവിടെ ഇരുന്ന് കരയുകയോ, അവിടെ ഇരുന്ന് കരയുകയോ. ആ സമയത്ത് പറയുന്ന, കൂട്ടുകാരാ, ഒന്ന് ആമീൻ പറയുവോ? അള്ളാന്റെ മുന്നിൽ പോകുമ്പോ കൊണ്ടുപോകാൻ എന്തെങ്കിലും വേണ്ടേ? സ്വർഗത്തിൽ കടക്കാൻ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? അതുകൊണ്ട് അല്ലാ, എന്റെ കൈ രണ്ടും വെട്ടിമുറിക്കണേ അല്ലാ. കൂട്ടുകാരൻ പറയുന്നു, ആമീൻ. എന്റെ കാല് മുറിക്കണേ അല്ലാ, ആമീൻ. എന്റെ ചെവി മുറിക്കണേ അല്ലാ, ആമീൻ. എന്റെ വീട്ടിലേക്ക് മടക്കല്ലേ അല്ലാ.
അവിടുന്ന് ദുആ ചെയ്യുകയോ, കൂട്ടുകാരൻ ആമീൻ പറയുകയോ, കെട്ടിപ്പിരിച്ച് മുസാഫഹത്ത് ചെയ്ത് പിരിയുകയാണ്. പിറ്റേ ദിവസം ഉഹദിന്റെ രണാകണത്തിൽ യുദ്ധം കിടന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല ഓടുകയാണ്. പടച്ചവരെ, യുദ്ധക്കളത്തിൽ ഷഹീദായി കിടക്കുന്നു. സഹാബത്തിന്റെ ഇടയിലൂടെ ഓടുകയാ. എന്തിനാ ഓടുന്നതെന്നറിയുവോ? ഇന്നലെ രാത്രി വിളിച്ചിരുത്തിയിട്ട് ദുആ ചെയ്ത കൂട്ടുകാരനെ കാണാൻ ഓടി ചെല്ലുമ്പോ സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയോ. കൈ രണ്ടും മുറിച്ച് മാറ്റിയിട്ടുണ്ട്, കാല് മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ചെവി മുറിച്ച് മാറ്റിയിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി കീറിയിട്ടിരിക്കുകയോ. സക്രാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, കൂട്ടുകാരാ, നീ സാക്ഷിയാ. നാളെ പടച്ചിറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോൾ, അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ നീ എനിക്ക് സാക്ഷി നിൽക്കട്, നീ എനിക്ക് സാക്ഷി നിൽക്കട്. അവിടെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അഫഹസിബതും അന്നമാ ഖലഖനാകും അബസോ, അല്ലാഹു നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയല്ലടാ. അല്ലാഹു തന്നെ ചോദിക്കുന്നു, പെണ്ണ്, നിന്നെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല പെങ്ങളെ, നിന്റെ ആയുസ് അല്ലാഹുള്ളതാ. നിനക്ക് സുഖിക്കാനും ആസ്വദിക്കാനും അഹങ്കാരം കാണിക്കാനും ഉള്ളതല്ലോ. അതുകൊണ്ട് നാളെ പ്രവാചകന്മാര് കിടക്കുന്ന പടച്ചിറപ്പിന്റെ സ്വർഗത്തിലെ 100ാമത്തെ പദവിയായ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തില് പ്രവാചകന്മാരുടെ ചാരത്ത് നിനക്ക് ഒരുമിച്ച് കൂടടോ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, സഹാബാ, അല്ലാഹു തന്ന ആയുസുണ്ടല്ലോ, അതാരാണോ പടച്ചുറപ്പിന് കൊടുക്കുന്നത് അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, പടച്ചുറപ്പ് തന്നിരിക്കുന്ന ഈ ആയുസ് നമുക്കുള്ളതല്ല. നമുക്കിഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് തോന്നുന്നതൊക്കെ കാണിച്ച് തിന്നു കുടിച്ച് സുഖിച്ച് നടക്കാനുള്ളതല്ല. ഈ ആയുസ് അല്ലാഹുവിനുള്ളതാ. നിന്റെ ആയുസ് നീ റബ്ബിന് കൊടുത്ത നിനക്ക് ഫിർദൗസ് എന്ന സ്വർഗം അല്ലാഹു പകരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ അവകാശി ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ അവകാശി ഫിർദൗസ് എന്ന് പറയുന്ന രണ്ടാമത്തെ അവകാശി, ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ രണ്ടാമത്തെ അവകാശി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കുന്നവൻ ഫിർദൗസ് എന്ന സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുക. ഇന്ന് സുന്നത്തുകൾ ഉന്മൂലനം ചെയ്യുന്നൊരു കാലത്താ ഞാനും നിങ്ങളും പ്രവാചകന്റെ ഏത് സുന്നത്താണ് ജീവിതത്തിൽ അനുസരിക്കുന്നത്? ഒരെണ്ണം പറ. ഞാൻ എൻ്റെ നഫ്സിനോട്, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനോട് ചോദിക്ക്. അല്പം സൗണ്ട് പൊട്ടിക്കാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കണ എത്ര പേരുണ്ട്? ഒരെണ്ണം പറ. 100 ഒന്നും വേണ്ട, ഒരെണ്ണം ഞാനും നിങ്ങളും പറ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയൂ, ഉസ്താദെ, ചെയ്താ പ്രതിഫലം, ചെയ്തില്ലെങ്കിൽ അല്ലാഹു നരകത്തിലൊന്നും ഇടൂലല്ലോ. അതാ ചോദിക്കണേ. എടാ, താടി വളർത്തടാ, തൊപ്പിയിടടാ, നല്ല കോലത്തിൽ നടക്കടാ, അത് സുന്നത്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ചോദിക്കും, ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ് അല്ലാഹു നരകത്തിലൊന്നും ഇടൂല. അതൊക്കെ ശരി തന്നെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ച നാളെ പ്രവാചകന്മാര് കിടക്കുന്ന ഫിർദൗസ് അല്ലാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സുന്നത്ത് മുറുകെ പിടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇന്നത്തെ ഈ ദിവസം മുതൽ, ഇന്നത്തെ ഈ രാത്രി മുതൽ പ്രവാചകന്റെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിക്കാമെന്ന് നിയ്യത്ത് ചെയ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക.
ഏത് സുന്നത്ത് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഒരെണ്ണം ഇൻഷാ അല്ലാ ഇന്ന് മുതൽ ചെയ്യാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാ ചെയ്തൂടെ ഏത് സുന്നത്തെയും. എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസമില്ലാത്തൊരു സുന്നത്ത് പറയാം. എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി അല്ലേ? എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്തല്ലേ? അതിനാർക്കും ഒരു സംഘടനകൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം ആ സുന്നത്ത് മുറുകെ പിടിക്കാൻ തീരുമാനിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിയ്യത്ത് ചെയ്യുന്നവർ കൈപൊക്ക്, പ്രതിഫലം പറയാം. പൊക്കണ്ടവര് പൊക്കിക്കോ, പിന്നെ അവസരമില്ല. രണ്ടാമത്തെ പൊക്കലൊക്കെ നിർത്തി. രണ്ടാമതൊരു പൊക്കലുണ്ടല്ലോ, അത് നിർത്തി. പൊക്കണ്ടവരൊക്കെ പൊക്കിക്കോ. ഞാൻ ഒന്ന് കാണട്ടെ. നല്ലതുപോലെ പൊക്കിക്കോ, പ്രതിഫലം പറയാൻ പോവുക. പൊക്കാത്തവന്മാരിരുന്ന് കരയാനും പോവാ. നല്ലതുപോലെ ഒന്ന് ഉയർത്തിക്കോ, കാണട്ടെ. അള്ളാഹുവേ, ഈ കൈ കൊണ്ട് ഹൗദൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ പടച്ചവനെ. മരിക്കുന്ന കാലത്തോളം ഒരാളുടെ മുന്നിലും നീട്ടേണ്ട ഗതി ഞങ്ങൾക്ക് ആർക്കും തരല്ലേ പടച്ചവനെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സുന്നത്ത് നമ്മുടെ വീട്ടിൽ നമ്മൾ പരിഗണിക്കാറില്ല. നമ്മുടെ വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല. എത്ര കിട്ടിയാലും തികയുന്നില്ല. അടിയും വഴക്കും ബഹളമല്ലേ അല്ലേ? എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തുകൊണ്ടെന്നറിയോ? ഉസ്താദിനെടുക്ക വന്നിട്ട് പറയും, ഉസ്താദെ കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് മാറ്റണമെന്ന്. വീട്ടിലെന്തോ കുഴപ്പമുണ്ട് ഉസ്താദെ, ഭർത്താവും ഭാര്യയും ശത്രുക്കളെ പോരാ, മക്കള് കണ്ട രണ്ടും കൂടെ തല്ല. എത്ര കിട്ടിയിട്ടും വീടിന്റെ കന്നിമൂലയല്ല നീയാ ശരിയാവാത്തത്, വീടിന്റെ മൂലയല്ല വീട്ടിനകത്ത് കൊണ്ടിരുത്തി നിങ്ങളാ നന്നാകാത്തത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3 കാര്യങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നടക്കുന്ന 3 കാര്യമാണ്. 3 കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ നിന്നെ എല്ലാ സർവ്വചരാചരങ്ങളും ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ദിവസവും ശാപം വാങ്ങുന്നവരാ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരാം. ഒന്ന് നേരെ ഇരിക്ക്. സർവചരാചരങ്ങളുടെയും ശാപം വീട്ടിലിരുന്നിട്ട് വാങ്ങുന്നവരാ നമ്മൾ. ഏത് 3 തെറ്റെന്നറിയോ? 1, ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന മനുഷ്യനെ എല്ലാ വസ്തുക്കളും ശപിക്കുന്ന. പിന്നെങ്ങനാ നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുക? നമ്മൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്ന സമയം. ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് നമ്മൾ ഇടത് കൈകൊണ്ട് ഏറ്റവും കൂടുതൽ വെള്ളം കുടിക്കുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് എപ്പോഴാ? ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണോ, ഇടയിലാണോ, ശേഷമാണോ? എപ്പോഴാ വെള്ളം കുടിക്കേണ്ടേ? എപ്പോഴാ? അവിടെ 2 അഭിപ്രായം. പോട്ടെ, ആദ്യം അല്ലെങ്കിൽ അവസാനം. പോട്ടെ, അത് ഞാൻ വിട്ടു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇടത് കൈകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഇടയിൽ കഴിക്കുമ്പോൾ ഇടത് കൈകൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ ഇങ്ങനെ ആശ്രയിച്ചിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് ആരാ പഠിപ്പിച്ചത് നിങ്ങൾക്ക്? ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തിട്ട് വലത് കൈ കൊണ്ട് ഇങ്ങനെ താങ്ങിയിട്ട് കുടിക്കാറുണ്ട്. ഇങ്ങനെ കുടിക്കണമെന്ന് നിങ്ങൾക്ക് ആരാ പഠിപ്പിച്ചെന്ന്? എന്തേ വലത് കൈ അള്ളാഹ് നിനക്ക് തന്നില്ലേ കുടിക്കാൻ? എന്തേ പടച്ചറപ്പ് നിനക്ക് വലത് കൈ തന്നില്ലേ? അതങ്ങ് ഒടിഞ്ഞു പോയോ, മുറിഞ്ഞു പോയോ? നിന്റെ വലത് കൈ കൊണ്ട് വെള്ളം കുടിച്ച എന്തേ സംഭവിക്കുക? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരല്പം എച്ചില് പറ്റും, അത്രയല്ലേ ഉള്ളൂ അല്ലേ? നീ കുടിക്കണ ഗ്ലാസിനകത്ത് ഒരു ഇച്ചിരി എച്ചില് പറ്റും, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അള്ളാഹു വലത് കൈ കൊണ്ട് കുടിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ല, ഇനിയിപ്പോ ഇടത് കൈ കൊണ്ട് വെള്ളം എടുത്തു. ഇടത് കൈ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കുടിക്കണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ കുടിക്കേണ്ടത്? പഠിച്ചോ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പഴയ ആൾക്കാർ പറയും ഭക്ഷണം കഴിക്കുമ്പോൾ കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാരതൊന്നും പറയാറില്ല, ഇല്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൈയുടെ ഉൾഭാഗത്ത് ഭക്ഷണം പറ്റാൻ പാടില്ല, എന്നിട്ട് കുഴച്ച് വാരിയിട്ട് അടിക്കാൻ പാടില്ല എന്ന് പഴയ ആൾക്കാർ പറയും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ വെള്ളം കുടിക്കേണ്ടത് വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ കുടിക്കുക. അല്ലെങ്കിൽ ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് ഗ്ലാസ് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഉറക്കെ എങ്ങനെ കുടിക്കണം? ഇടത് കൈ കൊണ്ട് വെള്ളമെടുത്ത് വലത് കൈയുടെ മധ്യഭാഗത്ത് വെച്ചിട്ട് വലത് കൈ ഉയർത്തിയിട്ട് കുടിക്കണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനും പറ്റാതെ വന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഇങ്ങനെ കുടിക്കാൻ പറ്റൂ. അതും ഒരു കളിയാക്കല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ ഇങ്ങനെ വെള്ളം കുടിക്കാൻ തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്നത് ബാക്കി വെക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്.
ഭക്ഷണങ്ങൾ ബാക്കി വെക്കുക. കടയിൽ പോയൊരു ചായ കുടിച്ചാലും ഒരല്പം അവന് വെച്ചേക്കും. കാരണം മൊത്തം കുടിക്കാറില്ല, ഇവൻ ആക്രാന്തം പിടിച്ചിരിക്കണമെന്ന് വിചാരിക്കും. ഇങ്ങനാണല്ലോ. ഇന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ ചെന്നിട്ട് കഴിഞ്ഞാൽ പരിപൂർണമായി കഴിക്കാറില്ല. കാരണം ആരെങ്കിലൊക്കെ പാത്രമൊക്കെ ഈ ഉസ്താദന്മാരൊക്കെ ഇരുന്ന് ഇങ്ങനെ നക്കി വടിക്കണാണ്. എന്താ ഇപ്പൊ ഈ മനുഷ്യൻ എന്താ പട്ടിണി നടന്നിട്ട് വരിക, അങ്ങനെ ചിന്തിക്കുക. ഉസ്താദന്മാരൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് പാത്രമൊക്കെ ഇങ്ങനെ നക്കി വടിക്കാറുണ്ട്, ഇങ്ങനെ തുടയ്ക്കാറുണ്ട്, കയ്യുറും ചാറുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇയാള് പട്ടിണി നടന്നിട്ട് വരിക. എന്നല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭക്ഷണം ബാക്കി വെക്കരുത്, ശാപം കിട്ടും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വീട്ടിൽ വിരുന്നുകാർ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത്. വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം വിളമ്പി കൊടുക്കാൻ പാടില്ല. ഏറ്റവും നല്ലത് ഭക്ഷണം വിളമ്പി കൊടുക്കരുത്. വിളമ്പി കൊടുത്താൽ എല്ലാം കൂടെ എടുത്ത് ആ മനുഷ്യന്റെ പാത്രത്തിൽ ഇട്ടിട്ട് അയാളെ ബുദ്ധിമുട്ടിക്കും. തിന്നാൻ പറ്റുമോ? എല്ലാം കൂടെ വാരിയിടും. നമ്മൾ വിളമ്പി വാരിയിട്ട് കഴിഞ്ഞാൽ ഒന്നി ആ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും, അല്ലെങ്കിൽ പിന്നെ പടച്ചവൻ എന്തോ ഇങ്ങനെ കൈ വറച്ചിട്ടാ വിളമ്പണത്, ഇത്തിരി ഇടത്തുള്ളൂ. അപ്പൊ അയാൾ വിചാരിക്കും എന്താ മനുഷ്യൻ ഇങ്ങനെ അണിക്കണേ. സത്യത്തിൽ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ ഭക്ഷണം എടുത്തു വെക്കണം. ഭക്ഷണം എടുത്തു വെക്കണം. ആ മനുഷ്യനെ കൊണ്ടുവന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് പറയണം, ഇത് നിന്റെ വീട്, നിനക്ക് ഇഷ്ടമുള്ളത് എടുത്ത് തിന്നോ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് സന്തോഷം. ഇത് നിന്റെ ഭവനം, നീ ആവശ്യമുള്ള നീ എടുത്ത് തിന്നെ, ഒരു കുഴപ്പമില്ല. അങ്ങനെ അപ്പൊ ബുദ്ധിമുട്ടിക്കലാകില്ല, ഭക്ഷണം ബാക്കി കളയൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, തിന്നുന്ന പാത്രത്തിനകത്ത് തന്നെ വേസ്റ്റ് വെക്കുന്നവരാ നമ്മൾ. അള്ളാഹു കാക്കുമാറാകട്ടെ. തിന്നുന്ന പാത്രം എത്ര വലിയ VIP ആണെങ്കിലും നോക്കിക്കേ, പടച്ചവൻ എങ്ങനെ കേട്ട് തിന്നാ, എല്ല് സൈഡിൽ കാണും. പാത്രത്തിൻ്റെ ഒരു സൈഡിൽ എല്ല്, ഇപ്പുറത്തെ സൈഡിൽ മീന്, ഇപ്പുറത്തെ കരിയാപ്പല, ഇത്രയും മുളക് എല്ലാം ചുറ്റുഭാഗത്ത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിത് ആരോടാ പറയേണ്ടത്? നടന്ന് തിന്നുന്ന ആൾക്കാരോടാ, നിന്ന് തിന്നുന്ന ആൾക്കാരോട് ഇത് പറയും. ഇന്ന് കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അവനവൻ്റെ ഇഷ്ടത്തിന് വിളമ്പിക്കോണം, നിന്ന് തിന്നോണം. തിന്നോ, കുഴപ്പമൊന്നുമില്ല. നിന്ന് തിന്നണമെങ്കിൽ തിന്നാം, നിന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം. മരുന്നുകളില്ലാത്ത രോഗം അള്ളാഹു തരുമെന്ന് അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ. മരുന്നുണ്ടാകില്ല പെങ്ങളെ, മരുന്നുണ്ടാകില്ല. രാവിലെ നിന്റെ വീട്ടിൽ ഓട്ട മത്സരവാ, ഉമ്മായി മോനും കൂടെ. രാവിലെ 8 മണിയായി മക്കളെ സ്കൂളിൽ വിടാ, നിന്നല്ല തിന്നുന്നത്, ഓടിയിട്ടാ തിന്നണേ. അള്ളാഹു പടച്ചവനെ ഓടിക്കോ. അവസാനം ഹോസ്പിറ്റലിന്റെ ചുറ്റും കിടന്ന് ഓടേണ്ട ഒരു ഗതി നിനക്ക് അള്ളാഹു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അല്ലേ. രാവിലെ വീട്ടിൽ നോക്കണം, ഓടിച്ചിട്ടാ. എന്തേ നിന്റെ മക്കളെ പിടിച്ച് ഇരുത്തിയിട്ട് കൊടുക്കാറില്ല? നിന്റെ മക്കളെ പിടിച്ചിരുത്താൻ നിനക്കല്പം നേരത്തെ എഴുന്നേറ്റാൽ എന്ത് സംഭവിക്കാം? എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം മക്കൾ കിടന്ന് കരയുന്നത് കാണേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് തിന്നുന്ന പാത്രത്തിൽ വേസ്റ്റ് വെക്കരുത്, അത് താഴെ വെക്കണം. ഡൈനിങ് ടേബിളിന്റെ മുകളിൽ വെക്ക്, അല്ലെങ്കിൽ വേസ്റ്റ് വെക്കുന്ന പാത്രത്തിനകത്ത് തിന്നുന്ന പാത്രത്തിൽ വെക്കരുത്. അതൊരു ജീവിയുടെ സ്വഭാവമാണ്. വേസ്റ്റിന്റെ നടുക്ക് നിന്ന് തിന്നുന്നത് കണ്ടിട്ടുണ്ട് നമ്മളൊക്കെ, ഞാനിത് പറയുന്നില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മറ്റ് ചിലര് കയ്യിൽ വെച്ചിട്ടേ തിന്നത്തുള്ളൂ. ചിലർക്ക് ഭക്ഷണം ഡൈനിങ് ടേബിൾ ഒന്നും പോരാ, കൈയുടെ മുകളിൽ വെച്ചിട്ട്, ഇല്ലെങ്കിൽ മടി വെച്ചിട്ട്, അങ്ങനെയും തിന്നാൻ പാടില്ല. ശരീരത്തിൽ വെച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നവന് ദാരിദ്ര്യമുണ്ടാകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അപ്പൊ ഇന്ന് മുതൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ സൂക്ഷിക്ക്, നിന്റെ വീട്ടിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് സൂക്ഷിച്ചൂടെ? ഇന്ന് മുതൽ വലത് കൈ കൊണ്ട് വെള്ളം കുടിക്കൂ, അല്ലെങ്കിൽ വലത് കൈയുടെ മുകളിൽ വെച്ചിട്ടേ കുടിക്കൂ. 2 എനിക്ക് ആവശ്യമുള്ളതേ കഴിക്കത്തുള്ളൂ, ഞാൻ വേസ്റ്റാക്കി കളയില്ല. 3 ഉസ്താദ് തിന്നുന്ന പാത്രത്തിനകത്ത് വേസ്റ്റ് വെക്കൂല, നിന്നും നടന്നും തിന്നൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു സുന്നത്ത് ഇന്ന് മുതൽ മുറുകെ പിടിക്കാമെന്ന് തീരുമാനമെടുത്ത് ഈ സദസ്സിലിരുന്ന് കൊണ്ട് കൈ ഉയർത്തിയവരുണ്ടല്ലോ, അള്ളാഹു ഇന്ന് തരുന്ന പ്രതിഫലം പറയാ, പടച്ച റബ്ബി ദുനിയാവിൽ തരുന്ന പ്രതിഫലം പറയാ. മൻ ഹാഫള അലാ സുന്നതി അക്റമഹുല്ലാഹു ബി അർബഅതി ഹിസാൽ. ഒരു ബിസ്മില്ല പറയാ തീരുമാനമെടുത്തവർക്കുള്ള പ്രതിഫലമാ. ഒരു ബിസ്മില്ല പറയാ തീരുമാനമെടുത്തവർക്കുള്ള പ്രതിഫലമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഈ ദുനിയാവിൽ വെച്ച് തന്നെ നിനക്കതിന് പ്രതിഫലം തരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ വാപ്പാ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, അൽ
മഹബ്ബത്തു ഫീ ഖുലൂബിൽ ബററാ. എല്ലാവർക്കും പബ്ലിസിറ്റി കിട്ടണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന മനുഷ്യനാകണമെന്ന് വല്ലാത്ത ഭോഗമാ. സ്വന്തം ഫ്ലെക്സ് അടിച്ച് വെക്കുന്നവരുണ്ട്, പരസ്യമായി സദഖ കൊടുക്കുന്നവരുണ്ട്, 4 പേര് കാണ പള്ളി കെട്ടി കൊടുക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ, അള്ളാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ. അവരുടെ ഹൃദയത്തിനകത്ത് അള്ളാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവരുടെ ഹൃദയത്തിൽ അള്ളാഹു നിനക്കൊരു സ്ഥാനം തരും. ഒരു പള്ളിയിലെ ഇമാമിന്റെ അടുക്കലെങ്ങാണം നിന്നെ കുറിച്ച് ചോദിച്ചാ അവിടെ നിന്ന് പറയും, ഈ നാട്ടിലെ ചെറുപ്പക്കാർക്കിടയിൽ ഒരു നല്ല ചെറുപ്പക്കാരരാ, ഈ നാട്ടുകാര് നിന്നെ ബഹുമാനിക്കും. ഒരു കള്ളുകുടികനും പെണ്ണുപിടികനും പലിശ തിന്നുന്നവനും വൃത്തികെട്ടവരുമല്ലടാ. 5 നേരം പടച്ചറപ്പിന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഉപ്പമാരുണ്ടല്ലോ, ഹജ്ജ് ചെയ്ത ഹാജിയാക്കന്മാരുണ്ടല്ലോ, നിസ്കാര തടമ്പുള്ള ഉപ്പമാരുണ്ടല്ലോ, കയ്യിലെ തസ്ബീഹ് നടത്ത് കയ്യിലെ തസ്ബീഹും പിടിച്ച പടച്ചറപ്പിനെ ശുക്ർ ചെയ്ത് നടക്കുന്ന ഉമ്മമാരുണ്ടല്ലോ. അള്ളാന്റെ റസൂല് പറയുകയാ, അവരുടെ ഹൃദയത്തിനകത്ത് അല്ലാഹു നിനക്കൊരു സ്ഥാനം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവര് നിന്നെ ബഹുമാനിക്കുമോര്, അവര് നിന്നെ ആദരിക്കുമോര്, നിനക്ക് അല്ലാഹു അങ്ങനെ ഒരു പ്രതിഫലം തരുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? അൽ മഹബ്ബത്തു ഫീ ഖുലൂബിൽ ഫുജറാ. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുവോ? ഈ ലോകത്ത് ഒരാളെയും നീ ഭയപ്പെടണ്ട, ഈ ലോകത്ത് ഒരു ശക്തിയെയും, അള്ളാന്റെ റസൂല് പറയുന്നു, ഈ പ്രപഞ്ചത്തിൽ ഒരു സിട്ടിയെയും നീ ഭയപ്പെടണ്ട. അബിസബില്ല, എല്ലാവരും നിന്നെ ഭയപ്പെടും ചെറുപ്പക്കാരാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ച എല്ലാവരും നിന്നെ ഭയക്കും. ഒരു നിന്റെ ശത്രു നിന്നെക്കാലം കഴിവുള്ളവനാകട്ടെ, പവറുള്ളവനാകട്ടെ, പടമുള്ളവനാകട്ടെ, രാഷ്ട്രീയ ഫലമുള്ളവനാകട്ടെ, ആരോഗ്യമുള്ളവനാകട്ടെ, എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും അള്ളാഹു അവന്റെ ഹൃദയത്തിനകത്ത് പേടി കൊടുക്കുമെന്ന് പ്രവാചകൻ പഠിപ്പിക്കുമ്പോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയാണ് മഹാനായ റബീഅ ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനാണ്. അള്ളാഹുവേ, രാജ്യത്തെ രാജാക്കന്മാരെ മുഴുവനും യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുമ്പോ റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ യൂറോപ്പിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുകയോ. രാജാക്കന്മാര് മുഴുവനും കൊട്ടാരത്തിന്റെ നടുവിലിരിപ്പുണ്ട്. അവസാനം ഭക്ഷണം കഴിക്കാൻ സമയമായി. എല്ലാവരും ഭക്ഷണപാത്രത്തിന്റെ മുന്നിലേക്ക് കഴിക്കാനിരിക്കുമ്പോ റബീഅ ഇബ്നു ആമിർ എന്ന പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാർ അവിടെ നിന്ന് കൈ കഴുകിയിട്ട് വന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണപാത്രത്തിലേക്ക് കൈയിടുകയോ. അവിടെ നിന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ്. ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, അറിയാതെ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയോ. താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്താണല്ലോ. ആ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിന്റെ നടുവിലിരിക്കുകയാണെന്ന് ചിന്തിച്ചില്ലോ. താഴെ വീണ ഭക്ഷണം ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് പാത്രത്തിനകത്തിട്ടിട്ട് പിന്നെയും വാരി കഴിക്കുന്നത് കണ്ടപ്പോ തന്റെ മുന്നിലിരിക്കുന്ന രാജാക്കന്മാരെ മുഴുവനും പുച്ഛത്തോടെ നോക്കുകയാണ്. അവരുടെ നേതാവ് ചോദിച്ചു, ആമിറേ, എന്തിനാടാ എച്ചിരി വാരി തിന്നുന്നത്? എന്തിനാ ദാരിദ്ര്യം കാണിക്കുന്നത്? എന്തിനാ നീ ദാരിദ്ര്യം കാണിക്കുന്നത്? ഇരിക്കുന്ന ഭക്ഷണം മുഴുവനും നിനക്ക് കഴിക്കാറുള്ളതല്ലേ? ദാരിദ്ര്യം നിന്നെ മുഹമ്മദിന്റെ നാട്ടിലല്ലേ? അവരെല്ലാവരും കൂടെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്തിനെ പരിഹസിച്ചപ്പോ, കളിയാക്കിയപ്പോ റബീഅ ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ചാടിയിടിട്ട് തന്റെ പുറകിൽ കിടന്ന വാള് വലിച്ചൂരിയിട്ട് യൂറോപ്പിന്റെ ഭരണാധികാരിയുടെ നടുവിൽ കൊട്ടാരത്തിന്റെ മധ്യഭാഗത്തിരുന്ന് അവിടുത്തെ രാജാവിന്റെ മുഖത്ത് ചൂണ്ടിയിട്ട്, എടാ പമ്പര വിട്ടി, നിനക്കൊക്കെ വേണ്ടി, ഈ വിട്ടികൾക്ക് വേണ്ടി എന്റെ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കളയാൻ എന്നെ കിട്ടില്ലടോ. എന്റെ പ്രവാചകന്റെ സുന്നത്ത് ഞാൻ മുറുകെ പിടിക്കുമെന്ന് യൂറോപ്പിലെ രാജാവിന്റെ മുഖത്ത് നോക്കിയിട്ട് ആ ചെറുപ്പക്കാരന് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? അള്ളാന്റെ റസൂൽ
റസൂലാ പറഞ്ഞത്. എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ഈ ലോകത്തൊരു വസ്തുവിനെയും അവ ഭയപ്പെടണ്ട, അത് മുഴുവനും അല്ലാഹുവേ അവനെ ഭയപ്പെടുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണ് മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു. പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കുന്ന ചെറുപ്പക്കാരനോ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കൈകാലുകൾ കെട്ടിക്കെട്ട് കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുവന്ന് കടത്തിയിരിക്കുകയോ. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹുവിന്റെ തല എനിക്ക് വെട്ടണമെന്ന് പറഞ്ഞു ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരി അല്ലാഹുവേ ഇവനെ എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞിട്ട് വാളെടുത്തിട്ട് വെട്ടുന്നതിന് വേണ്ടി മുകളിലേക്ക് ഉയർത്തുമ്പോ ഹജ്ജാജ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയോട് സഈദ് ഇബ്നു ജുബൈർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവിടെ നിന്ന് വിളിച്ചു, ഹജ്ജാജേ എന്നെ കൊല്ലാ പോവുകയാണോ? കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് കിബിലയുടെ ഭാഗത്തേക്ക് തലതിരിച്ച് വെച്ചിട്ട് വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ സമാവാതി വൽ അർദ് കിബിലയുടെ ഭാഗത്തേക്ക് മുഖമങ്ങോട്ട് തിരിച്ച് വെച്ചിട്ട് വെട്ടാ പോകുന്ന ഹജ്ജാജിനോട് ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഹജ്ജാജ് എടാ എന്റെ ജീവിതം അല്ലാഹുള്ളതാ, എന്റെ ആയുസ് പടച്ചറപ്പിനുള്ളതാടാ, എന്നെ കൊന്നാലും എനിക്കൊന്നുമില്ലടോ. ഹജ്ജാജ് പറഞ്ഞു, അങ്ങനെ കിബിലയുടെ ഭാഗത്തേക്ക് കിടന്ന് നീ ചാകണ്ടടോ. തല പിടിച്ച് തിരിച്ചിടുകയാണ്. എന്നിട്ട് വെട്ടുന്നതിന് വേണ്ടി വാടുയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജേ വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് കിഴക്കും പടിഞ്ഞാറും അല്ലാഹുള്ളതാടാ, എങ്ങോട്ടിട്ട് വെട്ടിയാലും എനിക്കൊന്നുമില്ലടാ. തല പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു, തല പിടിച്ച് മണ്ണിലേക്ക് താഴ്ത്തി വെച്ചു. പിന്നടിയിൽ വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പോഴും വിളിച്ചു, ഹജ്ജാജേ മണ്ണിലേക്ക് മുഖം താഴ്ത്തി വെച്ചിട്ട് എന്നെ വെട്ടിക്കൊന്നാൽ എനിക്കൊന്നുമില്ലടാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ. പടച്ചറപ്പന്നെ മണ്ണിൽ നിന്നാടാ സൃഷ്ടിച്ചത്, ആ മണ്ണിലേക്ക് തന്നെയാണ് മടക്കുന്നത്. അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ ഹജ്ജാജിന് വല്ലാത്ത ദേഷ്യം വന്നു. അവസാനം പിടിച്ച് മലർത്തി കിടത്തിയിട്ട് അതാ തന്റെ കഴുത്തിന് വെട്ടുന്നതിന് വേണ്ടി വാട് മുകളിലേക്ക് ഉയർത്തുമ്പോ അപ്പോഴും ചിരിച്ചുകൊണ്ട് വിളിച്ചു, ഹജ്ജാജേ ഫഅൈനമാ തുവല്ലൂ ഫസമ്മ വജ്ഹുല്ലാഹ്. എങ്ങനെ ഇട്ട് വെട്ടിക്കൊന്നാലും എനിക്കൊന്നുമില്ലടോ. ഇത് പറയാറുള്ള തന്നെ വെട്ടാ പോകുന്നവന്റെ മുഖത്ത് നോക്കി കെട്ടിച്ചിരിക്കുന്ന മുഖത്തോട് പേടിയില്ലാതെ പറയാറുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുവോ? അള്ളാന്റെ റസൂലാ പറഞ്ഞത്, അള്ളാന്റെ റസൂലാ പറഞ്ഞത്. എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ സർവചരാചരങ്ങളും അവനെ ഭയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ കൈയുയർത്തിയവര്, കൈയുയർത്തിയ ഉപ്പ, കൈയുയർത്തിയ പെങ്ങള്, പടച്ചറപ്പ് നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ഒരുത്തന്റെ മുന്നിലും നിനക്ക് കൈനീട്ടേണ്ട ഗതി അല്ലാഹു തരില്ല. വെള്ളിയാഴ്ച പള്ളിയുടെ മുന്നിൽ പോയി പടച്ചവരെ യാചിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ, പിരിവെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി, മരുന്ന് വാങ്ങാൻ വേണ്ടി, മക്കൾക്ക് ചികിത്സ നടത്താൻ വേണ്ടി, പെമ്മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ വേണ്ടി പിരിവെടുക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. അല്ലാഹു നിനക്ക് തരില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഉയർത്തിയ കൈ നിനക്ക് പൊക്കേണ്ട ഗതി വരൂല. ഒരു മനുഷ്യന്റെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ തരൂല. അല്ലാഹു നിന്റെ റിസ്കില് അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ നാലാമത്തെ പ്രതിഫലം എന്തേ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് ഇന്നത്തെ രാത്രി മുതൽ മരിക്കുന്ന കാലത്തോളം മുറുകെ പിടിക്കുമെന്ന് തീരുമാനമെടുത്ത ഉപ്പാ, നിന്റെ ആഗ്രഹമെന്ത്? നിന്റെ അഭിലാഷമെന്ത്? മരിക്കുന്ന സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കാൻ നിനക്ക് വല്ലാത്ത മോഹമല്ലേ?
മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്ന് നിനക്ക് വല്ലാത്ത മോഹമല്ലേ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിച്ചോ അള്ളാഹു തരുന്ന നാലാമത്തെ പ്രതിഫലം നിന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയോ, ഈമാൻ ഉറയ്ക്കും ചെറുപ്പക്കാരാ, ഈമാൻ ഉറയ്ക്കും പൊന്നുമോര്, അള്ളാഹു നിന്റെ ഈമാൻ ഉറപ്പിച്ചു തരും ചെറുപ്പക്കാരോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് നീ പ്രവാചകന്റെ സുന്നത്ത് മറഞ്ഞു കൊടുക്ക്, പ്രവാചകന്റെ സുന്നത്ത് നിന്റെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്ക്. പടച്ചവര് ഇന്ന് മുസ്ലിം പെൺകുട്ടികൾ കണ്ടവന്മാരുടെ കൂടെ ഓടുന്ന കാലവോ, പടച്ച റബ്ബിന്റെ ദീനിനെ നാണം കെടുത്തിയിട്ട് ഈ സമുദായത്തിന് പേരുദോഷം കൊടുത്തിട്ട് കണ്ടവന്റെ കൂടെ ഓടുന്ന മുസ്ലിം പെണ്ണുങ്ങളുടെ കാലവാ. കോടതികളുടെ മുന്നിൽ കിടന്ന് യാചിക്കുന്ന ഉപ്പമാരെ കണ്ടിട്ടില്ലേ, ഉമ്മമാരെ കണ്ടിട്ടില്ലേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ പൊന്നുമോളുടെ ഈമാൻ ഉറയ്ക്കടോ, നിന്റെ പൊന്നുമോളുടെ ഈമാൻ ഉറയ്ക്കടോ. ഈമാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുമോ? അത് കണ്ടവന്റെ സൗന്ദര്യത്തിന്റെ മുന്നിൽ തോറ്റുപോകുന്ന ഈമാനല്ല, ഒരുത്തന്റെ പണത്തിന്റെ മുന്നില്, ഒരുത്തന്റെ പ്രലോഭനങ്ങൾക്ക് മുന്നില് തകർന്നു പോകാത്ത ഈമാനാണ് പെങ്ങള്. ഏത് നിമിഷവും കടലൊന്ന് കേറി വന്നോ പൊന്നുമോളെ, പിന്നെ നീ ഇല്ലല്ലോ. ഈ കടപ്പുറത്ത് കടന്നിട്ട് പോലെ പടച്ചറപ്പിനെ കുറിച്ച് പേടിയില്ലാത്ത പെണ്ണ് മോളെ, ഒരു രാത്രിയെങ്കിലും നിനക്കൊന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുമോ? പടച്ചവരെ, പണ്ടൊക്കെ തിര മുമ്പോട്ട് കയറി വന്നാ പേടിച്ചാമാരായിരുന്നല്ലോ. പണ്ട് തിര മുന്നിൽ കടൽ ഇങ്ങോട്ട് കയറി വന്നാൽ മാത്രമേ ഭയപ്പാടുണ്ടായിരുന്നുള്ളൂ. ഇന്നിറങ്ങിയാലും പേടിയാ, ഇന്നിറങ്ങിയാലും പേടിയാ. പടച്ചവരെ, കടലിൽ മീൻ പിടിക്കാൻ പോയ നൂറുകണക്കിന് പേരുടെ മയ്യത്ത് ഇതുവരെ കിട്ടിയിട്ട് പോലുമില്ല. അങ്ങനെ പടച്ചറപ്പിന്റെ അദാബ് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പടച്ചറപ്പിന്റെ ദീനിനെ ചവിട്ടി തേച്ചിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്ന പെണ്ണ്, പോയതൊക്കെ പോകട്ടെ ചെറുപ്പക്കാരാ, പോയതൊക്കെ പോകട്ടെ ഉമ്മോ. എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട പെമ്മക്കളോട് പറയുകയാ, മോളെ, ഈമാനെന്ന് പറഞ്ഞാൽ എങ്ങനെയെന്നറിയുവോ? മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞാൽ എങ്ങനത്തെവളെന്നറിയുവോ? മഹാനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും കൂടെ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിനെയും തന്റെ ഭർത്താവിനെയും ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റിയിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ ഖുറൈശികളിട്ട് തല്ലിച്ചതയ്ക്കുകയോ. തന്റെ പൊന്നാര മകൻ മുമ്പിൽ നിൽപ്പുണ്ട്, ശരീരത്തിലെ വസ്ത്രങ്ങൾ മുഴുവൻ അടിച്ചു മാറ്റി പഴുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ചെയ്ത തെറ്റെന്തെന്നറിയുവോ? അവർ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത് കൊണ്ടോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അമ്മാർ യാസിർ പടച്ചവരെ ഈ കുടുംബത്തെ മുഴുവനും തല്ലിച്ചതയ്ക്കുകയാണ്. എന്ത് ചെയ്തിട്ടും അവർ ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരാതെ വന്നപ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കണ്ണിന് മുന്നിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൈകാലുകൾ കെട്ടുകയാണ്. എന്നിട്ട് തലകീടോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തീക്കകത്തേക്ക് ഇറക്കി നിർത്തുകയോ. ഒരു പച്ച മനുഷ്യര് ആടിക്കത്തുന്ന തീക്കകത്തിങ്ങനെ അതാ തലകീഴായി കെട്ടി നിർത്തിയിരിക്കുകയാണ്. പടച്ചവരെ, അവിടെ നിന്ന് പച്ച ഇറച്ചി കത്തുകയാ. മുഖത്തുകൂടെ തലയിലെ മുടിയിലൂടെ പടച്ചവരെ തീ ഇങ്ങനെ പതാ ശരീരം മുഴുവനും ഇങ്ങനെ പടരുകയാണ്. മരണപ്രാളത്തിൽ കിടന്ന് കരയുകയോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് റബ്ബേ തീക്കകത്ത് കിടന്ന് മരണപ്രാളത്തിൽ കരയുമ്പോ സഹിക്കാൻ കഴിയാതെ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തെള്ളിയിടുകയോ. മണ്ണിൽ കിടന്ന് ഉരുളുകയാണ്. ശരീരത്തിലെ തീ മുഴുവനും അണഞ്ഞു. പടച്ച റബ്ബേ,
എല്ലുകൾ വെളിയിൽ കാണുകയോ, എല്ലുകൾ വെളിയിൽ കാണുകയോ. മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാന്റെ റസൂല് കിടന്നു വരികയാണ്. ആ സമയത്ത് ഈ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാന്റെ നബിയേ, ജീവിതത്തിന്റെ അവസാനം വരെ ഇങ്ങനെയാണോ നബിയേ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാ സുമയ്യ, തോറ്റുകൊടുക്കല്ലേ സുമയ്യ, അള്ളാന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. പ്രവാചകന് സ്വർഗത്തിലാണെന്ന് പറയേണ്ട താമസമുണ്ടല്ലോ. സുമയ്യ ബീബി റളിയല്ലാഹു തആല മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞതെന്തെന്നറിയോ? ഇവന്മാര് നമ്മളെ കൊന്നാൽ, ഇവരെന്തൊക്കെ ദ്രോഹം ചെയ്താൽ പടച്ചറപ്പിന്റെ ദീനിനെ വലിച്ചെറിയല്ലേ. നമ്മളൊക്കെ മുസ്ലിമീകളോ, നമ്മള് സ്വർഗത്തിലോ. അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. മരണത്തോട് മല്ലടിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വിളിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ധൈര്യം ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ നട്ടെല്ലിന്റെ ഭാഗത്തുകൂടെ അവിടെ നിന്ന് കുത്തിയിറക്കുകയാണ്. വയറ് തുളച്ചിട്ട് കമ്പി വെളിയിൽ വന്നു. അബൂജഹൽ സുമയ്യാനെ ചവിട്ടി തറയിലേക്ക് ഇടുകയാണ്. അല്ലാഹുവേ, മരണത്തോട് മല്ലടിക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ആ കിടപ്പിലും കിടന്ന് പറഞ്ഞു, അല്ലാഹു വഹദ്. അബൂജഹല് കഴുത്തിലെ കേട്ട് അതാ തന്റെ കാലെടുത്ത് ചവിട്ടുകയാണ്. സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുകയോ. അപ്പഴും വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. അബൂജഹലിനെ സഹിച്ചില്ല. പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ഒരു പഠിപ്പിച്ച കമ്പിയെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യഭാഗത്തേക്ക് കുത്തിയിറക്കുകയാ. എന്നിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു വഹദ്. ഈമാനെന്ന് പറഞ്ഞാലെങ്ങനോ, ഈമാനെന്ന് പറഞ്ഞാലെങ്ങനോ. ഇതുപോലെ ഒരു ഈമാവേടോ, ഇതുപോലെ ഒരു ഈമാവേടോ. അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ ആ മനുഷ്യന്റെ ഈമാൻ അള്ളാഹു ഉറപ്പിച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ ഉറപ്പിച്ചു തരുമാറാകട്ടെ.